there, there are. കൺഫ്യൂസിങ് ആണല്ലേ? ഇത് മൂന്നും ഒരുപോലെ തോന്നും, പക്ഷെ ഇത് മൂന്നിൻ്റെയും അർത്ഥം എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. Their എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇറ്റ് ഈസ് their home. ഇത് അവരുടെ വീടാണ്. Their എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതേസമയം there എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം. You should go there. നീ അവിടെ പോവണം. You should go there. അവിടെ പോവണം. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതേസമയം there are എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. There are 5 members in my family. എൻ്റെ ഫാമിലിയിൽ 5 പേരുണ്ട്. ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ there are ഉപയോഗിക്കുന്നത്. അപ്പോൾ there എന്ന് പറഞ്ഞാൽ അവരുടെ, there എന്ന് പറഞ്ഞാൽ അവിടെ, there are എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സ്കില്ലോടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.